പണികളൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കും. ഇന്നൊന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പറ്റുമോ സൈലൻ്റായിട്ട്? അത്ര എളുപ്പമല്ല. ബോഡി അറിയാതെ തന്നെ ടെൻസ്ഡ് ആവും, വേഗം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. ഇതൊരു ഹാബിറ്റല്ല, നമ്മൾ അറിയാതെ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ദിവസം മുഴുവൻ ചെയ്യാൻ കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് ടാസ്ക്, നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി, ഇതും കൂടി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ വേറെ ഒന്ന്. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്ന കൺഫ്യൂഷനാവും. റെസ്റ്റ് എടുക്കണോ, ഉറങ്ങണോ, ഫോൺ നോക്കണോ? ഡിസിഷൻ എടുക്കുന്നത് തന്നെ ഒരു സ്ട്രെസ്സാണ്. അതുകൊണ്ട് ഈ സൈലൻസ് എംപ്റ്റി ആയിട്ടല്ല തോന്നുന്നത്, ഒരു അൺസർട്ടനിറ്റി പോലെ, അൺസേഫ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് റെസ്റ്റ് എടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല. സൈലൻസ് വരുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം തന്നെ റിയാക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ക്ലിയർ പ്രയോറിറ്റി ഇല്ല. നമ്മളത് പ്ലാൻ ചെയ്തിട്ടില്ല, ആരും പറയുന്നുമില്ല. നമുക്ക് ഹെൽപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും റിലാക്സ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ സിസ്റ്റത്തിന് കിട്ടിയില്ല. അതുകൊണ്ടാണ് സൈലൻസ് ഹാർഡാവുന്നത്. ഇവിടെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എല്ലാത്തിനും നമ്മൾ തന്നെ വേണം എന്നൊരു ഫീൽ ബോഡിയിലുണ്ട്. മോസ്റ്റ് വിമനും മനസ്സിലൊരു ഇൻവിസിബിൾ റൂളുണ്ട്, യൂസ്ഫുൾ ആയിരുന്നാൽ മാത്രമാണ് സേഫ് എന്ന്. എല്ലാം മാനേജ് ചെയ്താൽ ഓക്കെ, എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെ. സൈലൻസ് ആ റൂള് ബ്രേക്ക് ചെയ്യും. ബിക്കോസ് അപ്പോൾ അവിടെ ഒന്നും ഫിക്സ് ചെയ്യാനില്ല, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനില്ല, ഹോൾഡ് ചെയ്യാനില്ല. അപ്പോൾ ബോഡി പാനിക്കാവും. എന്തോ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ കെയർലെസ് ആവുന്നുണ്ടോ? ഞാൻ റെസ്പോൺസിബിൾ അല്ലേ എന്നൊക്കെ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യും. സൈലൻസ് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് പോലെ അല്ല, അതൊരു വാർണിംഗ് പോലെയാണ്. ഡിസെൻഗേജ് ചെയ്യുന്ന പോലെ, കൺട്രോൾ പോകുന്ന പോലെ, റിസ്ക് എടുക്കുന്ന പോലെ. അതുകൊണ്ടാണ് മൈൻഡ് എപ്പോഴും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. പ്ലാനിങ്, തിങ്കിങ്, സ്ക്രോളിങ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല, വെറുതെ ഇരിക്കുന്നത് സേഫറായിട്ട് തോന്നാത്തത് കൊണ്ടാണ്. ഇത് നമ്മൾ കോൺഷ്യസ്ലി ചൂസ് ചെയ്യുന്നതല്ല, റെസ്റ്റ് എടുക്കണ്ടെന്ന് തീരുമാനിച്ചതുമല്ല. വർഷങ്ങളായിട്ട് നമ്മുടെ ബോഡി പഠിച്ചെടുത്തതാണ് സ്റ്റിൽനെസ് വന്നാൽ എന്തോ പ്രോബ്ലം ആണെന്ന്. അതുകൊണ്ട് സൈലൻസ് വരുമ്പോൾ ഡിസ്കംഫോർട്ടാണ് ഫീൽ ചെയ്യുന്നത്, സമാധാനമല്ല. സ്റ്റിൽനെസ് ഹെവി ആയിട്ട് തോന്നുന്ന മൊമെൻറ്റ്സിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊരു തോട്ട് വരും. അത് പലപ്പോഴും എല്ലാം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ റെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ എന്ന റൂള് ബ്രേക്ക് ആവുന്നത് കൊണ്ടാണ്. ഇവിടെ സൈലൻസ് അല്ല പ്രോബ്ലം, ആ റൂളാണ് എക്സ്പോസ്ഡ് ആവുന്നത്. ഇത് പെട്ടെന്ന് ഫിക്സ് ചെയ്യേണ്ട കാര്യമല്ല. സ്റ്റിൽനെസ് കംഫർട്ടബിൾ ആവാൻ റഷ് ചെയ്യേണ്ട. പക്ഷേ ആ മൊമെൻറ്റിൽ ഇപ്പോൾ ഏത് റൂളാണ് ബ്രേക്ക് ആകുന്നതെന്ന് അറിയുമ്പോൾ ആ ഹെവിനെസ് തന്നെ കുറയും. ഞാൻ പറയുന്നത് ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ സ്പേസ് നിങ്ങളുടെയും കൂടിയാണ്. സീ യു അഗൈൻ.